ഇന്ത്യയിലെ ആദ്യത്തെ ജൈവഗ്രാമമാണ് തെലങ്കാനയിലെ എനബാവി. ഹൈദരാബാദിൽ നിന്ന് 85 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 13 വർഷം മുമ്പ് ഗ്രാമത്തിലെ 52 കുടുംബങ്ങളും കീടനാശിനികളോ രാസവസ്തുക്കളോ ഉപയോഗിക്കാതെ പ്രകൃതി കൃഷിയിലേക്ക് മാറിയിരുന്നു. അരി, ഗോതമ്പ്, പരുത്തി, മുളക്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, തിന, പച്ചക്കറികൾ എന്നിവ ഈ ചെറുകിട കർഷകർ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള വിപണികളിൽ വിൽക്കുന്നു. മണ്ണിര കമ്പോസ്റ്റും ചാണകവും ഗോമൂത്രവും ശേഖരിച്ച് ജൈവവളവും ഉണ്ടാക്കുന്നു. കൃഷിയിടത്തിലെ വേപ്പ് മരത്തിൽ നിന്നുള്ള വേപ്പിൻ വിത്തുകൾ ജൈവകീടനാശിനിയായി പ്രവർത്തിക്കുന്നു. ഗ്രാമത്തിലെ കുളം വൃത്തിയാക്കുന്നതിൽ നിന്നുള്ള ടാങ്ക് സിൽറ്റ് ഭൂഗർഭ മണ്ണ് സമ്പുഷ്ടമാക്കാൻ സഹായിക്കുന്നു. നൈട്രജൻ ഫിക്സേഷനായി പ്രധാന വിളകളോടൊപ്പം പയർവർഗ്ഗ വിളകൾ ഉപയോഗിക്കുന്നു. പൊനം മല്ലയ്യ എന്ന് കർഷകൻ പറയുന്നത്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പ്രയോഗം വർദ്ധിപ്പിച്ചപ്പോൾ വിളവ് വർദ്ധിച്ചെന്നാണ് താൻ ആദ്യം കണ്ടെത്തിയതെന്നും, എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ തൻ്റെ വിളവോ വരുമാനമോ വർദ്ധിച്ചില്ല. അപ്പോഴാണ് മുത്തശ്ശൻ തന്നോട് പറഞ്ഞിരുന്നത് സത്യമാണെന്ന് തനിക്ക് മനസ്സിലായത്. ഇത് സ്ലോ പോയിസൺ ആണ്, അതിന് കീഴടങ്ങരുത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് റൂട്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ശരിയായ പാതയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ചെയ്യണം, എങ്കിൽ മാത്രമേ ഭൂമി മാതാവിൻ്റെ ആരോഗ്യം വളരുകയുള്ളൂ. അതുകൊണ്ടാണ് രാസരഹിത കൃഷി ചെയ്യാൻ ഞങ്ങൾ എനബാവിയിൽ തീരുമാനിച്ചത്. അതിൻ്റെ ഫലം എല്ലാവർക്കും കാണാനാകും എന്നും അദ്ദേഹം പറയുന്നു.